സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ആൻഡ് ഇന്ന് വന്നിട്ടുള്ളത് ഫസ്റ്റ് ട്രെയിൻ്റെ പാർട്ട് 3 ആയിട്ടാണ്. ആൻഡ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലെവൽ 3 കടന്നിട്ടുണ്ടായിരുന്നു. അവിടെയാണ് എൻ്റെ ആക്കിയത്. ആൻഡ് നമ്മൾ ഈ വീഡിയോ കാണാൻ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ എടുക്കാം. ലെറ്റ്സ് ഗോ, കണ്ടിന്യൂ. കിട്ടില്ല, കഴിഞ്ഞ വർഷം നമ്മൾ ഉണ്ടാക്കിയത് കിട്ടില്ല ഗ്രാഫിക്സുള്ള ഒരു എന്താ പറയുക, അങ്ങനെ വൈബുള്ള സ്ഥലത്താണ് നമ്മൾ നിർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി അടുത്ത ലെവലിലോട്ട് പോകണം. അപ്പോൾ കുറച്ച് ഗ്രൈൻഡ് ചെയ്യേണ്ടി വരികയായിരിക്കും. ഓരോ ലെവലിനും ടഫ് കൂടും. പക്ഷെ കഴിഞ്ഞ ലെവലിൽ നമ്മൾ കുറച്ചും കൂടി പെട്ടെന്ന് തീർത്തു. കഴിഞ്ഞ ആ പൂമ്പാറ്റ വെച്ചിട്ട് നമുക്ക് ഫുൾ പരിപാടി ഉണ്ടായിരുന്നു. ഈ പക്ഷേ ഞാൻ എന്ത് തേങ്ങയാണാവും. സോ നമ്മൾ പെട്ടെന്ന് ലെവൽ തീർക്കാമെന്ന് നോക്കാം. കഴിഞ്ഞ പക്ഷെ നമ്മൾ ഗ്രാഫിക്സ് കാണിച്ചതാണ്, നല്ലതുകൊണ്ട് കാണിക്കാൻ നൈസല്ലേ. നൈസ് സാധനമല്ലേ. പ്രകാശം കണ്ടോ, സൂര്യപ്രകാശം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിനോട് വഴി കാണിച്ചു, പക്ഷെ ഇവിടുത്തെ വഴിയില്ല. എന്ത് പരിപാടി? ഓക്കെ, ഇവിടെ ബെഡ് ഉണ്ട്. ഇവിടുത്തെ ഒന്ന് കാണാൻ കാറ്റൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, അവിടെ എന്തോ ഒരു വെളിച്ചമുണ്ട് കേട്ടോ, നേരെ നോക്കിയാൽ. സോ ഈ ഗെയിം കയറ്റി കളിക്കുന്നവരുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഇതിൻ്റെ ലെവൽ തീർക്കാന്നുള്ളത് നമ്മളെ വീഡിയോ ഫുള്ള് കാണണം, എന്നാലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ, എങ്ങനെയാണ് ഓരോ ലെവലിലോട്ട് കിടക്കുക എന്നുള്ളത്. പക്ഷേ ഇത് ചടപ്പാണല്ലോ. പിന്നെ മ്യൂസിക് കോപ്പറേറ്റ് ഉണ്ട്, ഒന്നും ചെയ്യാനില്ല. മ്യൂസിക് ഓഫാക്കാനുള്ള ഓപ്ഷനും ഇല്ല. അന്ന് ഈ ഗെയിമിൻ്റെ സൗണ്ടേ ഓഫാക്കിയിരുന്നു. ഗെയിമിൽ സൗണ്ട് ഓഫ് ആകാതെ SFX ഉണ്ടല്ലോ, ചവിട്ടുന്ന സൗണ്ടും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കാണ്, നൈസ് മ്യൂസിക്കാണ്. അത് ഓഫാക്കാനും തോന്നത്തില്ല, അതാണ് തരക്കൊന്നുമില്ല. അപ്പം കേട്ടോ, ഇറങ്ങി പോകുമ്പോൾ ആവശ്യമുണ്ടോ? അയ്യോ, അവിടെ കൊയ്യണ്ടേ. നമ്മളിപ്പോൾ ഇതിനെ മേലെ വന്ന് ഇവിടെ ഒന്നും കാണാനില്ല. ഓക്കെ, പാറിന് മേലെ എന്തോ സാധനം. എന്താണ് പരിപാടി, എന്താണെന്ന് പറഞ്ഞത്? ഓ, അത് അടിക്കൽ പോകുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കണം. സോ ഫസ്റ്റ് നമ്മൾ കിട്ടി. ഇനി 3 കിട്ടണമല്ലേ? ഓക്കെ, 3 കിട്ടിയാൽ ഈ ലെവല് ഇതാവും എന്നാണ് പറഞ്ഞത്. ലെവൽ എന്താവും? ലെവലതാവും ഇപ്പം തന്നെ ലെവൽ തീരും. ഓക്കെ, നെക്സ്റ്റ് ലെവലിലോട്ട് പോകും. സോ നമ്മളിപ്പോൾ കുറേ ചുറ്റിക്കറങ്ങേണ്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി 2 കൂടി ഉണ്ട്. ചൂടും കാറ്റൊന്നും കാണുന്നില്ല. പിന്നെ ഈ പോണ വഴിക്ക് ഓരോ കാര്യങ്ങളുണ്ട്, ഓൾഡ് മെമ്മറീസ് കണ്ടിട്ടാണ്. ഓ, നമ്മുടെ ചിൽഡ്രൻസിനൊക്കെ എടുക്കുന്ന ഇതാണെന്നാണ് വിശ്വാസം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആനിമലിൻ്റെ കൂടി. സോ അടുത്തെന്തോ കാണുന്നുണ്ട്. അതെടുക്കാൻ കുറച്ച് ടഫാണെന്നാണ് ഒരു വിശ്വാസം. നോക്കാം. സോ ഇവിടെ കുറച്ച് ചിലപ്പം ലെങ്ത് ഉണ്ടായേക്കാം. കാര്യമാക്കണ്ട, കണ്ടിരിക്കും. നല്ല ഈ വൈബൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കാന്ന്. വൈബ് കൂമ്പി നമുക്കതും കൂടി എടുക്കണം. ഇതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ, അതിൻ്റെ ഉപകാരം എന്താണെന്ന് നമുക്ക് ഇപ്പോൾ അറിയത്തില്ല. 2 കിട്ടിയിട്ടുള്ളൂ, 2 കിട്ടുള്ളൂ തോന്നുന്നു. പക്ഷേ ഞാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനാകത്തില്ല, നമുക്ക് അങ്ങോട്ട് പോകാം. സോ അവിടെ ഇത് കാണുന്നുണ്ട്. ആൻഡ് വേറെ എവിടെയെങ്കിലും ഇനി വര നോക്കി പോയാൽ മതി എന്നാണ് നമുക്ക് മനസ്സിലാക്കിയത്. ഓക്കെ, അതിൻ്റെ നമുക്ക് ഒരു മെമ്മറി തിരിച്ചു കൊണ്ടുവരണം. അതിൻ്റെ ഇവിടെയാണ് അതുള്ളത്. അതിൻ്റെ മെമ്മറിയും കൂടി എടുത്തേക്കാം നമുക്ക്. ഇപ്പം അതെടുത്ത് ഇല്ലാന്ന് At the times when I detested him the most, he kept reaching out.
കത്തി. For a year straight, he asked me every week when we were going camping. I thought he was just dense. Eventually, to shut him up, I agreed. We carried out the wooden lawn chairs from the garage and set up a cinder block campfire at the site we always used behind the house. We walked down the mountain path, talking in the warm sunshine while we got a couple months ago. Those three obsidian rocks shimmered alongside the shore, almost like sparklers pressed against a dark window. I'll never forget that wet stone on my feet, or how those massive mountains looked even bigger in the light's reflection. I felt small, but grateful. As the sun set, my dad found something I hadn't seen for a long time. The tree where I'd made my first carving when I was 6. I hadn't even carved it. My dad had helped me, but I still called it my tree. Something about seeing my name there made me open up, and we talked about everything that night in the old camouflage tent. So, I told him how much I loved sketching and design, and how it would be a dream to study architecture in Seattle. I told him how I didn't get along with my friends much anymore, but that I didn't mind being alone. He told me he was there for me, and he joked that if all he had to do was write my name on a tree to finally get me to talk, he would have left me carved logs with novels on them in front of my room every morning. I don't know why it took me that long to realize it, but it was then I knew how much he had sacrificed for me. My dad built a lot of stuff in his free time. If he wasn't watching fly fishing or reading Tom Clancy novels, he was carving something. He made tons of birdhouses. Not that he was into bird watching. I think he really missed working and adding on to the home. If he couldn't afford the time to build onto our own house, he would have to settle with watching birds move into their little homes. We kept an old mattress in the bed of the yellow truck, so we would drive it deep into the woods and then watch the birds fly into their houses while the sun set. Usually it was accompanied by venison jerky or cold Coke, but not a lot of talking, which is how we both liked it. നല്ല എക്സ്പ്ലോർ ചെയ്യാണ്ടെന്നാണ് പറയാൻ കഴിയുന്നത്. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ ഇവിടെ കളക്ട് ചെയ്യാം. ഈ കിട്ടുന്നുള്ളതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എടുത്തു പോകണം. ഇതുകൊണ്ട് എന്താണ് ഉപകാരം, എന്താ ഏതാണെന്നൊരു ഐഡിയ എനിക്കില്ല. പക്ഷെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. കിട്ടില്ല, എന്നാൽ പോട്ടെ. 49 എണ്ണായി. ഇവിടെ എവിടെ നിന്നൊരു കാണിച്ചു. ഓക്കെ, ഇതിനകത്താട്ടാ. പക്ഷെ ഇതിനകത്തോട്ട് എങ്ങനെ പോവും? അവിടെ ഡെഡല്ല. ഇവിടെ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തോ ഉണ്ട്. വെറുതെ എന്തായാലും ഇത് അവിടെ ഇവിടെ ഇടാറില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, സെറ്റ്. ഇപ്പോഴാണ് കളികൾ മനസ്സിലായത്. ഇങ്ങോട്ട് 51ആയി. സോ താഴത്തുണ്ട് കേട്ടാ. നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ സാധനം ഇവിടെ വെച്ചത്. ബുദ്ധി കൊള്ളാം. കള്ളന്മാരാണ് ഇവർ. ഇതിന് മേലെ കയറടാ. കയറി. ഓക്കെ, നമ്മളിത് പോകുമ്പോൾ അതിൻ്റെ ഒപ്പം പോകണം. കിട്ടി. ആ ഒരു സാധനം ഇങ്ങനെ പൊന്തിട്ടാന്ന് കളിക്കണില്ലേ, അത് താഴത്തോട്ട് പോകുമ്പോൾ നമ്മൾ ആ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴത്തോട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ താഴത്തോട്ട് നമ്മൾ താഴ്ത്തി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അതിന് 3 എണ്ണം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട സ്ഥലം കണ്ട അത് ഓപ്പൺ ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പോയോക്കേണ്ടി വരും. സോ നമുക്ക് കറങ്ങി തിരിഞ്ഞ് പോകണോ അല്ലെങ്കിൽ ഇതിൻ്റെ വഴിയുണ്ടോ? അവിടെ ഒരു സ്റ്റോറി കിടക്കുന്നുണ്ട്, പോയി എടുക്കണേ. പക്ഷെ ലെങ്ത് ആവുന്നുള്ളൂ, പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം.
സോ നമ്മൾ ഇവിടെ എത്തി. We were happiest underneath the evergreens. ഇതെന്തൊരു സാധനം? We decided it was time to finally map out the hundreds of acres we lived on, just to pass the time during the summer. അപ്പോൾ നമുക്ക് He was കമ്പൊക്കെ only free in the അവിടേക്കാണ് evenings, പോകേണ്ടത്. so I would spend the day സോ wasting നമുക്ക് time നേരെ on അങ്ങോട്ട് dial-up internet വിട്ടേക്കാം. and sketching, കാരണം ഇവിടത്തെ and then we would rush into the woods, pen നേരെ map നമുക്ക് in എവിടേക്കിട്ട് കാണാം. hand before evening fell. കുറച്ച് ലോങ് ആണത്, അതാണ് Sometimes പ്രോബ്ലം. the എന്നാലും aurora നമുക്കിങ്ങനെ borealis would cast a ഇഷ്ടത്തിങ്ങനെ cold green glow on the ആസ്വദിച്ച് പോകാം. mountainside, and we would finish our അടിപൊളി route explore underneath ചെയ്തിങ്ങനെ the പോകാൻ twilight പറ്റും. sky. Sometimes മച്ചാമാരെ നമ്മൾ ഫൈനലി അവിടെ എത്തിയിട്ടുണ്ട്. ഇവരെ നൈസായില്ലേ, അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് സാധനം. സോ ഞാൻ നേരത്തെ പറഞ്ഞതിൽ അത് ഓപ്പണായി. എൻ്റെ തലക്ക് പോയിൻറ്റ്സ് ഉണ്ട്, എടുക്കണോ വേണ്ടല്ലോ, ഇത് മാത്രത്തിൽ പോവാം. ഓക്കെ, perpetrator stood nearby, നമ്മളങ്ങനെ ഇങ്ങോട്ട് കടന്നു. like nothing was wrong. My dad is dead, and he's never coming back, Rachel. I can tell you these stories, but I can never reminisce with him again. He can never hold a ഇത് grandchild that മൊത്തം will ഗെയിം ഓഫ് probably never be സാഡ്നെസ് able to have. സാധനങ്ങളാട്ടോ. I can never അറിയാലോ, talk to him again. കരഞ്ഞു I'll never be able to say മ്യൂസിക്കും I'm sorry. ആയതും നമുക്ക് ഇതിന് അർത്ഥം കറക്റ്റായിട്ട് എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ്. പ്രോപ്പറായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞത് സാഡ് സാധനം എന്നുള്ളത് എനിക്ക് ആദ്യം അറിയാം. സോ പോയി തീർക്കാം കിട്ടിയില്ല. അപ്പോൾ പിന്നെ പോട്ടെ. ഇത് എത്ര ദൂരം ഇങ്ങനെ പോകണേ ഉള്ളൂ. മ്യൂസിക്കിൻ്റെ സാഡ് കൊല്ലൂടെ. ഡിപ്രഷൻ കേൾക്കുമ്പോൾ ഗെയിം എടുത്ത് കളിക്കത്തിട്ടാ. ആദ്യം പറയാ ഡിപ്രഷൻ്റെ ഗെയിം ഡിപ്രഷനൊക്കെ മാറ്റും. അതിനച്ച് ഇതൊക്കെ എടുത്ത് കളിച്ചാലേ കൂടത്തേ ഉള്ളൂ. ഇത് എത്ര ദൂരം പോകണം തോന്നുന്നു. ആ നോക്കി അടിയിക്ക് നോക്കി. ഇത് ഭയങ്കര പ്രശ്നമാട്ടാ. അതെ, ഞാൻ എൻഡിങ് എത്തുമ്പോൾ ഇതിന് എൻഡിങ് എത്തുമ്പോൾ ഞാൻ കാണിക്കാം. സ്കിപ്പ് ചെയ്യുന്നുണ്ട് ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ്. അതെ, ഞാൻ അത്യാവശ്യം നല്ല ദൂരം പോകുന്നുണ്ടേ. അവിടെ നിന്ന് വന്ന് അവിടെ നിന്ന് അമ്മോ അത്യാവശ്യം നല്ല ടൈം പിടിച്ച് നല്ല രീതിക്കുള്ള 1-2 minutes അങ്ങനെ പോരണം. ഓക്കെ, ഇവിടെ ഒരു സ്റ്റോറി ഉണ്ടോ ഉണ്ട്. ഓർമ്മകൾ. I need to go to bed. I just can't talk about this anymore. കത്താണ് Good തോന്നുന്നത്. night. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാണ്ടല്ലോ പോയത്. ഓക്കെ, വിചാരിക്കുന്നു ഇവിടം കൊണ്ട് കഴിയുമെന്ന്. കാരണം ഇനി എത്ര ദൂരം പോകാണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. അമ്മോ, അതിനുള്ള മ്യൂസിക് ഉണ്ടല്ലോ, ആ മ്യൂസിക് കേട്ട് ഒറ്റ വരണം. ഒരു നല്ല ഫീൽ ഗുഡ് മ്യൂസിക്കാണ് മോനെ. കഴിവെന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ കൊണ്ട് കഴിക്കാൻ ഇനി. സോ ലെവൽ 3 ഇവിടെ കഴിയുന്നു. ലെവൽ 4 നമുക്കിന്നെ ഇൻ്റർഫേസ് കണ്ടിട്ട് അങ്ങ് പോവാം. വരട്ടെ കമോൺ ലോഡിങ്. കുറച്ച് ടൈം ഒഴിച്ച്. തള്ളേ എന്തിരുത്. അമ്മോ, Joseph, you can't go to sleep feeling like this. ജാതി സാധനം. I'm sorry for everything, and I know you need space, but I'm here for you. You don't need to feel so lost. സോ ഗൈസ്, ഞാൻ ഈ ഒരു പാർട്ട് ഇവിടെ എൻ്റെ ആക്കിയാണ്. സോ അടുത്തൊരു Joseph, പാർട്ടായിട്ട് വരാം. have I ever told you ആൻഡ് what my mother ഇവിടെയാണ് was അടുത്ത like? കഥകൾ നടക്കാൻ പോകുന്നത്. കിടിലാണ് ജാതി ഗ്രാഫിക്സ്. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. പലർക്കും ഗുഡ് ബൈ. ടേക്ക് കെയർ. ബൈ. ആൻഡ് ദിസ് ഈസ് ആർഡിക്സ് ലോണൻ സൈനിങ് ഓഫ്. ബൈ. ഇത് MBC ഡയലോഗ് കേട്ടോ, അങ്ങനെ കൊണ്ടുപോകും.